ആദ്യ ഏകദിനത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ 4 വിക്കറ്റിന് വിജയം നേടി. ഒരു ഓവർ ബാക്കി നിൽക്കെ വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യം പിന്തുടർന്നു. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ന്യൂസിലൻഡ് 50 ഓവറിൽ 8 വിക്കറ്റിന് 300 റൺസ് നേടി. എന്നാൽ ശക്തമായി പ്രതികരിച്ച ഇന്ത്യ 49 ഓവറിൽ 6 വിക്കറ്റിന് 306 റൺസ് എടുത്തു. വിരാട് കോഹ്ലിയുടെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും മധ്യനിരയുടെയും ലോവർ ഓർഡറിന്റെയും മികച്ച ബാറ്റിംഗ് പ്രകടനവും പരമ്പരയിൽ ഇന്ത്യയെ തുടക്കത്തിൽ തന്നെ ലീഡ് നേടാൻ സഹായിച്ചതുമാണ് വിജയത്തിന് അടിത്തറ പാകിയത്. ഓപ്പണർമാരായ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ആദ്യ വിക്കറ്റിൽ 39 റൺസ് കൂട്ടിച്ചേർത്തു. രോഹിത് 26 റൺസ് നേടിയ ശേഷം പുറത്തായി. തുടർന്ന് വിരാട് കോഹ്ലി ഗില്ലിനൊപ്പം ചേർന്ന് ചേസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇരുവരും ചേർന്ന് ഇന്ത്യയെ 100 റൺസ് കടത്തിവിട്ടു. എന്നാൽ സ്കോർ 157-ലെത്തിയപ്പോൾ ഗിൽ 56 റൺസിന് പുറത്തായി. കോഹ്ലി പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് കാണുകയും ആത്മവിശ്വാസത്തോടെയും സമയനിഷ്ഠയോടെയും കളിച്ച് സെഞ്ചുറിയുടെ അടുത്തേക്ക് സുഗമമായി നീങ്ങുകയും ചെയ്തു. എന്നിരുന്നാലും 8 ബൗണ്ടറികളും ഒരു സിക്സറും ഉൾപ്പെടുന്ന മികച്ച ഇന്നിംഗ്സിന് ശേഷം 93 റൺസിന് പുറത്തായി അദ്ദേഹം നാഴികക്കല്ല് കടക്കാതെ നിന്നു. കോഹ്ലിയുടെ പുറത്താകലിന് ശേഷം ശ്രേയസ് അയ്യരും രവീന്ദ്ര ജഡേജയും പെട്ടെന്ന് പുറത്തായതോടെ ഇന്ത്യ സമ്മർദ്ദത്തിലായി. ശ്രേയസ് 49 റൺസ് നേടി. ഹർഷിത് റാണ 29 റൺസുമായി ഉപയോഗപ്രദമായി. വിക്കറ്റ് കീപ്പർ രാഹുൽ ക്രീസിൽ ശാന്തനായി നിന്നു. ഒരു സിക്സറുമായി മത്സരം മനോഹരമായി അവസാനിപ്പിച്ചു. 29 റൺസുമായി പുറത്താകാതെ നിന്നു. അതേസമയം മറുവശത്ത് വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തെ പിന്തുണച്ചു. ന്യൂസിലൻഡ് ചില ഫീൽഡിംഗ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. അത് വിലപ്പെട്ടതായി മാറി. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ കൈൽ ജാമിസൺ മികച്ച ബൌളറായിരുന്നു. പക്ഷേ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ വിജയം നേടുന്നതിൽ നിന്ന് തടയാൻ അത് പര്യാപ്തമായിരുന്നില്ല.